ഹലോ അസ്സലാമലൈക്കും വെൽക്കം ബാക്ക്. വൈകുന്നേരത്തെ ചായക്കൊക്കെ പറ്റിയിട്ടുള്ള നല്ലൊരു സ്നാക്സിൻ്റെ റെസിപ്പി നോക്കിയാൽ നമുക്ക് ഇന്ന് ചിക്കൻ വെച്ചിട്ടാണ് തയ്യാറാക്കി എടുക്കുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പേ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഇനിയിപ്പോൾ ഇതാ ഒരു ബൗൾ എടുത്ത് വെച്ചിട്ട് അതിലേക്ക് 1/2 കപ്പ് ഇളം ചൂടുള്ള പാലെടുത്തിട്ടുണ്ട്. പാലിൻ്റെ ചൂട് കൂടി പോവരുത്, പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. ഇനിയിപ്പോൾ ഇതിലേക്ക് വേണ്ടത് 2 ടീസ്പൂൺ പഞ്ചസാരയില്ല, അത് ഇട്ട് കൊടുക്കാം. പഞ്ചസാര ഇട്ടതിന് ശേഷം പിന്നെ വേണ്ടത് 1/2 ടേബിൾ സ്പൂണ് ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ആട്ടോ ഞാനിപ്പോൾ എടുത്തത്. അതുകൊണ്ട് ഇത് മിക്സ് ചെയ്തിട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് കുഴച്ചെടുക്കാൻ പറ്റും. അഥവാ ഡ്രൈ ഈസ്റ്റ് നിങ്ങൾ എടുക്കുന്നെങ്കിൽ ഇതേപോലെ മിക്സ് ചെയ്തിട്ട് ഒരു 10 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ചിട്ട് ഒന്ന് ആക്റ്റീവ് ആവാൻ എന്താ പറയുക വെക്കണം കേട്ടോ. ഇനിയിപ്പോൾ ഞാൻ ഇത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഇതിലേക്ക് 2 കപ്പ് മൈദപ്പൊടി ഇല്ലേ, 250 ml കപ്പിൽ 2 കപ്പ് മൈദപ്പൊടി ആട്ടോ ഞാൻ ഇട്ട് കൊടുക്കുന്നത്. 2 കപ്പ് എന്താ പറയുക മൈദപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ പൊടികളിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഉപ്പിട്ടതിന് ശേഷം പിന്നെ ഇതിലേക്ക് വേണ്ടത് ഒരു 1/2 ടീസ്പൂണ് ഏലക്കായൻ്റെ പൊടിയില്ലേ, അതും കൂടി ഇട്ട് കൊടുക്കുക. അത് ഇടുമ്പോൾ നല്ലൊരു ഫ്ലേവർ ആയിരിക്കും കേട്ടോ നമ്മളെ ഈ ബന്നിന്. പിന്നെ വേണ്ടത് 1 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലോ അല്ലെങ്കിൽ ഒലീവ് ഓയിലോ നിങ്ങൾക്ക് എടുക്കാം കേട്ടോ, അത് ഒഴിച്ചു കൊടുക്കാം. പിന്നെ വേണ്ടത് ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുത്തിട്ടുണ്ട്. മുട്ട എന്താ പറയുക ഫ്രിഡ്ജിലുള്ളതാണ്, പുറത്ത് വെച്ച് തണുപ്പ് പോയതിന് ശേഷം മാത്രമായിട്ട് ഇതിലേക്ക് എടുക്കാൻ പറ്റുള്ളൂ. എന്നിട്ട് ഇതൊക്കെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ സമയത്ത് എന്താ പറയുക ഒന്നും കൂടി കൈമലെല്ലാം ഒട്ടിപ്പിടിക്കുന്നുണ്ട്, അഥവാ എന്താ പറയുക പാലിൽ ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് 2 ടേബിൾ സ്പൂണും കൂടി പാൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഞാൻ 2 ടേബിൾ സ്പൂൺ ഇളം ചൂടുള്ള പാൽ തന്നെ വീണ്ടും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നല്ലോണം കൈവച്ചിട്ട് കുഴച്ചെടുക്കാം കേട്ടോ. നമുക്കിത് കൈമേൽ ഒട്ടിപ്പിടിക്കുന്നുണ്ട്, കൈ ഒന്ന് നനച്ചിട്ട് എന്താ പറയുക ഒന്ന് കഴുകി വന്നിട്ട് കുഴച്ചെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ കൗണ്ടർ ടോപ്പിലിട്ട് നല്ലോണം വലിച്ച് പ്രസ് ചെയ്ത് കുഴച്ചെടുത്തതാട്ടോ ഇത്. ഇനി ഇതിൻ്റെ മേലെയും അടിയിലെല്ലായിട്ട് കുറച്ച് ഓയിൽ തടവി കൊടുത്തിട്ട് ഒരു ക്ലിംഗ് റാപ്പ് വെച്ച് കവർ ചെയ്തിട്ട് 2 മണിക്കൂർ ഏകദേശം റെസ്റ്റ് ചെയ്യാൻ വെക്കാം കേട്ടോ. തണുപ്പുള്ള സ്ഥലങ്ങളാണെങ്കിൽ കുറച്ച് സമയം എടുക്കും കേട്ടോ, അല്ലാത്ത സ്ഥലം പെട്ടെന്ന് പറ്റും കേട്ടോ. ഇവിടെ ഇപ്പം നല്ല തണുപ്പായതുകൊണ്ട് ഇത് പെട്ടെന്ന് പൊന്തി വരാൻ ഞാൻ ഓവനൊന്ന് പ്രീ ഹീറ്റ് ചെയ്തിട്ട് അയിമല ആട്ടോ വെച്ചത്. അപ്പോൾ ഒരു 1/4 മണിക്കൂർ കൊണ്ട് എന്താ പറയുക പൊന്തി വരും കേട്ടോ. അത് സെറ്റാകുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിലേക്കുള്ള ഫില്ലിങ് റെഡിയാക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പാത്രം വെച്ച് ചൂടാക്കിയിട്ട് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് 1 ടേബിൾ സ്പൂൺ ചെറുതായിട്ട് കട്ട് ചെയ്ത് എന്താ പറയുക വെളുത്തുള്ളി ഇല്ലേ, അത് ഇട്ട് കൊടുക്കുക. പിന്നെ വേണ്ടത് 250 ഗ്രാം ചിക്കന്, എല്ലില്ലാത്ത ചിക്കനാട്ടോ. അത് ഇതേപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തതാണ്. എന്നിട്ട് ഉപ്പും കൂടി ഇട്ടിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ചെറിയ പീസായത് കൊണ്ട് തന്നെ പെട്ടെന്ന് കുക്കായി കിട്ടും കേട്ടോ, ഒരുപാട് സമയമൊന്നുമില്ല. നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് ഈ ചിക്കൻ്റെ കളറൊക്കെ ഒന്ന് മാറി വരും, അതൊന്ന് അടച്ച് വെച്ച് കൊടുക്കുക കേട്ടോ. ചിക്കൻ ഒന്ന് കുക്കായി വരുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇതാ ചിക്കനൊക്കെ നല്ലോണം കുക്കായി വന്നിട്ടുണ്ട്. ചിക്കൻ തന്നെ ഇറങ്ങി വന്ന വെള്ളം കേട്ടോ, എക്സ്ട്രാ നമ്മൾ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇനിയിപ്പോൾ ഇതാ ഇതിലേക്ക് ഒരു മീഡിയം സൈസ് ഉള്ളി കേട്ടോ ഞാൻ എടുത്തത്. അത് ഇതേപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തതാണ്, അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ വേണ്ടത് ഒരു മുക്കാൽ കപ്പ് ക്യാപ്സിക്കില്ലേ, അത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് പൊടികൾ എന്താ പറയുക കുറച്ച് പൊടികൾ പൗഡേഴ്സ് വേണം, അതൊക്കെ ഇട്ട് കൊടുക്കാം നമുക്ക്. 1 ടീസ്പൂണ് ചെറിയ ജീരകത്തിൻ്റെ പൊടിയില്ലേ, അത് ഇട്ട് കൊടുക്കുക. പിന്നെ 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും, പിന്നെ വേണ്ടത് 1/2 ടീസ്പൂണ് കുരുമുളക് പൊടിയും, പിന്നെ ഒരു 2 ടീസ്പൂണ് മുളക് പൊടിയില്ലേ, അതും കൂടി ഇട്ട് കൊടുക്കുക. ഞാൻ കാശ്മീരി മുളക് പൊടിയായിട്ട് എന്താ പറയുക ഇട്ട് കൊടുത്തത്. നിങ്ങൾക്ക് എരിവുള്ള മുളക് പൊടിയാണെങ്കിൽ അങ്ങനെ ഇട്ട് കൊടുക്കുക, പക്ഷേങ്കിൽ എരിവ് നോക്കിയിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഈ പൊടികളുടെ പച്ചമണം മാറുന്നവരെ നല്ലോണം വയറ്റി കൊടുക്കുക. ആ സമയം കൊണ്ട് എന്താ പറയുക ഈ ഉള്ളിയും ക്യാപ്സിക്കും നമുക്ക് കുക്കായി കിട്ടിയാൽ വേണം കേട്ടോ. അത് വല്ലാണ്ട് അങ്ങ് ഉടഞ്ഞു പോകരുത്, പ്രത്യേകം ശ്രദ്ധിക്കണം. കടിക്കാൻ കിട്ടുന്ന പരുവയില്ലേ, അങ്ങനെ ആയിരിക്കണം. അങ്ങനെ ആകുമ്പോൾ എന്താ പറയുക സ്നാക്സ് കഴിക്കുമ്പോൾ നമുക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ ഇത് ഞാനിതൊന്ന് അടച്ച് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ നല്ലോണം നമ്മളെ ക്യാപ്സിക്കോ ഉള്ളിയും ഒക്കെ കുക്കായിട്ടുണ്ട്, പൊടികളുടെ ഒക്കെ പച്ചമണം മാറിയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇതിലേക്ക് വേണേൽ 2 ടേബിൾ സ്പൂൺ പിസ്സ സോസ് ഇല്ലേ, അത് തന്നെ ഒഴിച്ച് കൊടുക്കുക. പിസ്സ സോസ് ഉണ്ടെങ്കിൽ എന്തായിട്ട് കൊടുക്കുക, നല്ലൊരു ഫ്ലേവർ ആയിരിക്കും കേട്ടോ ഇതിലേക്ക്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് ഇല്ലേ, അതും കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് വീണ്ടും നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക.
അപ്പോൾ ഇതാ ഞാനിത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് ഉപ്പ് എരിവ് എന്താ വേണ്ടതെന്ന് വെച്ചാൽ ചെക്ക് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാൻ ഈ സമയം കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്താ പറയുക, പിന്നെ ഒരു 1/2 ടീസ്പൂൺ തന്നെ കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എരിവ് കുറവാന്ന് എനിക്ക് തോന്നിയപ്പോൾ. എന്നിട്ട് വീണ്ടും നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മളെ ഫില്ലിങ് ഇവിടെ ഏകദേശം റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇതൊരു എന്താ പറയുക ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ ഇതാ ഏകദേശം ഒരു മണിക്കൂർ ഉണ്ട് എൻ്റെ മാവ് നല്ല ഡബിൾ സൈസായിട്ട് പൊന്തി വന്നിട്ടുണ്ട് കേട്ടോ. ഓവനിൽ വെച്ചുകൊണ്ട് പെട്ടെന്ന് പൊന്തി വന്നതാട്ടോ. ഇനിയിപ്പോൾ ഇത് നമുക്കിതൊന്ന് മെല്ലെ കുഴച്ചെടുക്കാം കേട്ടോ. അങ്ങനെയല്ല കുഴച്ചെടുക്കുക, നമുക്കിതൊന്ന് ബോൾസാക്കി എടുക്കാം. ഞാനിപ്പോൾ ഇത് 4 ബോൾസാക്കിയിട്ടാട്ടോ എടുക്കുന്നത്. ഇത് എന്താ പറയുക വലുതാക്കിയിട്ട് പരത്തുന്നതാട്ടോ. നിങ്ങൾക്ക് ചെറുതായിട്ട് അങ്ങ് ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ. ഇതേപോലെ ഇത്ര വലുപ്പമുള്ള എന്താ പറയുക ഒരു ബോൾസ് എടുത്തിട്ട് നല്ലോണം പരത്തി കൊടുക്കുക. ഭയങ്കര തിന്നാക്കിയിട്ട് പരത്തരുത്, കുറച്ച് കട്ടി വേണം കേട്ടോ. ഞാൻ കാണിച്ചു തരാം എത്രത്തോളം തിക്നെസ് വേണമെന്നുള്ളത്. അപ്പോൾ ഇതാ ഞാൻ ഇതേപോലെ പരത്തി കൊടുത്തിട്ടുണ്ട്. ഇത്ര തിക്നെസ് മതി കേട്ടോ. ഇനിയിപ്പോൾ ഇത് ഇതേപോലത്തെ ഒരു മൂടി എടുത്തിട്ട് ഒന്ന് അടയാളം ഇട്ട് കൊടുക്കൂലേ, കട്ട് ചെയ്യണ്ട, ജസ്റ്റ് ഒരു നമുക്ക് ഫില്ലിങ് വെക്കാനുള്ള രീതിക്ക് ജസ്റ്റ് ഒന്ന് അടയാളം വെച്ച് കൊടുക്കുക കേട്ടോ. മൂടി കൊണ്ട് ഒന്ന് പ്രസ് ചെയ്താൽ മതി, വല്ലാണ്ട് പ്രസ് ചെയ്ത് കട്ട് ചെയ്തെടുക്കണ്ട. അപ്പോൾ ഇതാ ഞാൻ അങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് നമ്മൾ ഫില്ലിങ് ഇല്ലേ അത് വെച്ച് കൊടുക്കാം. ഫില്ലിങ് അത്യാവശ്യം വെച്ച് കൊടുക്കണം കേട്ടോ. 2 എന്താ പറയുക ടീസ്പൂണോളം ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഫില്ലിങ് നല്ലോണം വെക്കുമ്പോഴാണ് കഴിക്കുമ്പോൾ ടേസ്റ്റ് ഉണ്ടാവുക കേട്ടോ. അപ്പോൾ ഇതാ ഓരോന്നിൽ നമുക്ക് ഇതിൻ്റെ ഫില്ലിങ് വെച്ച് കൊടുക്കാം കേട്ടോ. നല്ല ടേസ്റ്റായിട്ട് ഈ ബന്ന് കഴിക്കാനും ഉള്ളിൽ ഇതേപോലെ ചിക്കൻ്റെ ഈ ഫില്ലിങ് കൂടി ഉണ്ടാകുമ്പോൾ നല്ല ടേസ്റ്റാണ്. ഇനിയിപ്പോൾ ഇതാ ഞാൻ ഇതേ വലുപ്പത്തിലുള്ള ഒരു എന്താ പറയുക ഒരു ബോൾസ് എടുത്തിട്ട് അതേപോലെ വീണ്ടും പരത്തി കൊടുത്തതാട്ടോ. എന്നിട്ട് ഇതിൻ്റെ മേലെ വെച്ച് കൊടുക്കുക. അത് എന്നിട്ട് നമ്മൾ നേരത്തെ തയ്യ മൂടിയില്ലേ അതുകൊണ്ട് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. നല്ല പ്രസ് ചെയ്ത് കട്ട് ചെയ്യുക കേട്ടോ. അങ്ങനെ ആകുമ്പോൾ ഇത് നല്ലോണം ഒട്ടി നിൽക്കും. അല്ലെങ്കിൽ നമ്മൾ ഫ്രൈ ചെയ്യുന്ന സമയത്ത് ഇത് പൊട്ടിപ്പോകും കേട്ടോ. ഫില്ലിംഗ് ഒക്കെ പുറത്തായി പോകും. അത് പ്രത്യേകം ശ്രദ്ധിക്കാം. അപ്പോൾ ഇതേപോലെയൊക്കെ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എല്ലാം അതേപോലെ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് ചൂടായ ഓയിലിട്ടിട്ട് ആദ്യം നല്ലോണം എന്താ പറയുക ചെറിയ മീഡിയം ഫ്ലെയിമിൽ വെച്ച് ചൂടാക്കി ഓയിലാട്ടും. ഇത് ഫ്ലെയിം കൂട്ടി വെച്ചിട്ട് ചൂടാക്കരുത്. അങ്ങനെ ആകുമ്പോൾ നമ്മളിത് പൊരിക്കുമ്പോൾ പെട്ടെന്ന് കളർ മാറും, പക്ഷേങ്കിൽ ഉള്ളിൽ കുക്കാവില്ല. അതുകൊണ്ട് തീ കുറച്ച് വെച്ച് ചൂടാക്കി എടുക്കുക കേട്ടോ. എന്നിട്ട് ചെറിയ ലോ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ ഇത് ഫ്രൈ ചെയ്താൽ മതി. കുറച്ച് സമയം എടുക്കും കേട്ടോ. 2 സൈഡും തിരിച്ചു മറിച്ചോട്ട് ഗോൾഡൻ ബ്രൗൺ കളറാകുന്നവരെ നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. ഉള്ളൊക്കെ നല്ലോണം കുക്കായിട്ട് കിട്ടുകയും വേണം. അപ്പോൾ ഇതാ നമ്മൾ എന്താ പറയുക ചിക്കൻ വെച്ചിട്ടുള്ള ചിക്കൻ ഉള്ളിൽ ബന്നാട്ടോ. ഇത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബന്നാണ്. അപ്പോൾ ചിക്കൻ ബൺ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ആയിട്ട് ഇത് കഴിക്കാൻ എന്താ പറയുക നിങ്ങൾ ഉണ്ടാക്കി നോക്കി നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ. ഞാൻ വെറുതെ പറയല്ല. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, എന്നിട്ട് ഫീഡ്ബാക്ക് പറയണം കേട്ടോ. അപ്പം മറ്റൊരു റെസിപ്പി ആയിട്ട് പെട്ടെന്ന് വരുന്നവരേക്കും ബൈ ബൈ. താങ്ക് യു.